ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇതേ നല്ല പഴുത്ത ചക്കപ്പഴമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ സെറ്റിലായിരുന്നോ, അപ്പൊ അത് കൂട്ട് കുറച്ച് ഞാൻ പഴുപ്പിക്കാൻ എടുത്ത് വെച്ചായിരുന്നേ. അപ്പൊ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവനെ വെച്ച് ഒരു കുമ്പിളപ്പം അങ്ങ് ഉണ്ടാക്കിയാലോ. അപ്പൊ നമുക്ക് ഫസ്റ്റിലെ തന്നെ നമ്മൾ എടുത്തേക്കുന്ന വരിക്കച്ചക്കയാണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഇത് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷെ അതിനേക്കാളും ടേസ്റ്റും നമുക്ക് കഴിക്കാനാണല്ലോ എളുപ്പം. നല്ല ടേസ്റ്റ് കിട്ടുന്നതും നമുക്ക് അരച്ചെടുക്കുന്ന കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. അപ്പൊ നമുക്കിനി നമ്മൾ ചക്കപ്പഴം ഇതേ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. കണ്ട, നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മള് ഇച്ചിരി ഒന്നറിയാൻ വെള്ളം ഒഴിച്ചോളൂ, അല്ലാതെ വെള്ളം ഒന്നുമില്ലേ. ഇനി നമുക്ക് ഇത് കുഴയ്ക്കാൻ പോവാം അല്ലേ. അപ്പം ഞാൻ വറുത്തെടുത്തിട്ടുള്ള അരിപ്പൊടിയാണ് മേടിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കാം. ഇത് നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴും ചക്കപ്പഴം വേണം മുമ്പിൽ നിൽക്കാൻ. പൊടി മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ രുചി കാണുവല്ല. ചക്കപ്പഴം വേണം മുമ്പിൽ നിൽക്കാൻ. ഒരു 5 സ്പൂണോളം ഈ സ്പൂണിനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിനൊരു 2 സ്പൂണോളം വറുത്ത റവപ്പൊടിയും കൂടി ആഡ് ചെയ്യാവേ. അതെന്തിനാന്ന് ചോദിച്ചാൽ മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് ചെറുതായി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ചിലർക്ക് തേങ്ങ ഒത്തിരി വേണം, ചിലർക്ക് തേങ്ങ ഒത്തിരി കടിക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് തേങ്ങയുടെ അളവൊക്കെ ചിലടത്തേക്കൊക്കെ ഒരു തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒത്തിരി എടുത്തിട്ടില്ല, അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന ചക്കപ്പഴം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നമുക്ക് ഇളക്കി നോക്കിയിട്ട് നമുക്ക് ഇനി വേണമെങ്കിൽ പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാ കേട്ടോ. ഇതാണ് നമ്മുടെ ഇതിന് നല്ല ഫ്ലേവർ കൊടുക്കുന്നത്. ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാവേ. ഇതൊക്കെ ഇളക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് വേണം കേട്ടോ ഇളക്കാനേ. അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ പകുതി എടുത്ത് പിടിക്കുവല്ല, പകുതി എടുത്ത് കുഴയെത്തുവല. ഇനി നമുക്കിതിലേക്ക് ഒരു കൂട്ടം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ സാധാരണ ഇത് ചൂടുവെള്ളത്തിലല്ലേ വാട്ടി കുഴക്കുന്നെങ്കിൽ നല്ല മയം കിട്ടുള്ളൂ. ഞാൻ അതിന് വെറുതെ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. അതിന് നല്ല അത്യാവശ്യം ചൂടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ചൂടി നമുക്ക് കുഴച്ചെടുക്കാം. നമുക്ക് ശർക്കരയുടെ മധുരം നോക്കിയിട്ടും വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ടും ഒഴിക്കാം കേട്ടോ. മധുരമൊക്കെ ഓരോരുത്തർക്ക് പല താല്പര്യമാണല്ലോ. ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ശർക്കര നമ്മൾ ഉരുക്കി ചേർത്തേക്കുന്നതുകൊണ്ട് ശർക്കരയ്ക്ക് ഒരു ചെറിയ ഉപ്പുമയം ഉണ്ടല്ലോ. ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് എങ്ങനെയാന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1 കിലോ ശർക്കര കേട്ടോ ഞാൻ ഉരുക്കിയതാ. അത് മുഴുവൻ തന്നെ ഒഴിച്ചെന്ന് പറയാം. ഇച്ചിരിയെ മിച്ചമുള്ളൂ. പിന്നെ ചക്കപ്പഴത്തിന്റെ മധുരം നോക്കണം കേട്ടോ. നല്ല മധുരമുള്ള ചക്കപ്പഴമാണെങ്കിൽ അധികം ശർക്കരയുടെ പാനിയുടെ ആവശ്യമില്ല. പിന്നെ ഞാനൊരു ലേശം ഉപ്പും കൂടെ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് ലേശത്തിന്റെ കുറവുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതും കൂടെ ഒഴിച്ച് ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നേക്കാളും ഇച്ചിരി കൂടെ ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല മയത്തി കിട്ടുള്ളൂ. സാധാരണ ചൂടുവെള്ളത്തിൽ നമുക്ക് ഇത് വാട്ടിക്കുഴയ്ക്കുവാന്ന് കേട്ടോ നല്ല മയവേ. ഞാൻ അന്നേരം ശർക്കര ഉരുക്കി ശർക്കര പാനിക്ക് നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ചൂടുവെള്ളത്തിൽ വാട്ടിക്കുഴയ്ക്കാഞ്ഞു കേട്ടോ. അതിന് ചക്കപ്പഴം അരച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല താനും. അപ്പോൾ നമുക്കിനി ഇവനെ ഒന്ന് മൂടിയൊരു 1/2 മണിക്കൂർ റോസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മളിത് മാവ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ഇടനേരയിലേക്ക് കുമ്പിള് കുത്തി ആക്കാം അല്ലേ. ഇത് ഇങ്ങനെ കേട്ടോ കുമ്പിള് കുത്തുന്നേ. ഇനി ഇതിനകത്തേക്ക് കുറേശ്ശെ എടുത്ത് നന്നായിട്ട് ഫില്ല് ചെയ്യാം.
നമ്മുടെ ഇവിടെ ഇതിന് എടനേല എന്ന് പറയും. ഓരോ സ്ഥലത്തും വേറെ പേരൊക്കെ പറയാറുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിനി ഇതിൻ്റെ ഈ തണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ കുത്തിയിറക്കാം കേട്ടോ. ഇത് തുറന്നു പോകാതെ സെറ്റായിട്ട് ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. ഇതുകൊണ്ട് നമുക്ക് ഇനി ബാക്കിയുള്ള നമ്മുടെ ഈ മാവിനെ മുഴുവൻ ഈ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അപ്പം ഇത് നമ്മൾ നമ്മുടെ മാവിനെല്ലാം കുമ്പിള കൊത്തി അങ്ങനെ കവറിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പേ വെക്കാം. ഞാൻ ഓൾറെഡി ഇത് കുമ്പിള് കുത്തി വെക്കാൻ നേരത്ത് സ്റ്റൗവിൽ വെള്ളം വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ആവി പൊങ്ങുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കൊണ്ട് ഇത് വെക്കാവേ. നല്ല ആവി പൊങ്ങുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് തീ കുറച്ചിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആവി തട്ടി പൊള്ളും. ഓരോന്നിങ്ങനെ നമുക്ക് ഇങ്ങോട്ട് അടുക്കി കൊടുക്കാവേ. നമ്മളിങ്ങനെ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് തിളയ്ക്കാൻ നിൽക്കണ്ടാണല്ലോ. ജസ്റ്റ് ഒരു 10 മിനിറ്റും കൂടെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് 10-15 മിനിറ്റ് ആയിട്ട് നമ്മൾ അടുപ്പ് വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം അല്ലേ. കണ്ട നല്ല വെന്തിരിക്കുന്ന കുമ്പിളപ്പം, നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇടനേലയുടെയും നമ്മൾ ഇട്ട ജീരകത്തിൻ്റെയും ഏലക്കാടെ എല്ലാം കൂടി നല്ലൊരു സ്മെല്ലും അടിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പം പാത്രത്തിലായിട്ടുണ്ട്. അപ്പം ചക്കപ്പഴം കിട്ടുമ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ.